2024 ഒരു ശുഭപ്രതീക്ഷ കൂടെ എന്താണ്? പടം ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് ശുഭപ്രതീക്ഷ. എനിക്ക് താല്പര്യമുള്ളത് ആക്ടിങ് ആയതുകൊണ്ട് ഞാൻ ആക്ടിങ് ആണെന്ന് തന്നെ പറയും, കുറച്ചുകൂടി കംഫർട്ട് ഉള്ളതിൽ. പക്ഷേ ഇത് കംഫർട്ടൊന്നുമില്ല, നമുക്ക് പെയിൻ തന്നെയാണ്, നമ്മൾ എടുക്കുന്ന പെയിൻ്റെ റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഞാൻ ഒരിക്കലും റൈറ്റിങ്ങിന് വേണ്ടിയിട്ടൊന്നും അല്ലാതെ എഴുതിയത്, എനിക്ക് അഭിനയിക്കാൻ വേണ്ടി തന്നെയാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഞാനിപ്പോൾ ഒരു പ്രൊഡ്യൂസർ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ അവർ ഇരിക്കുന്നത് തന്നെ ഒരു തമാശ പടമായിട്ട് വരുന്ന ഒരാളെന്നുള്ള രീതിയിലാണ്. ഞാൻ വിചാരിച്ച് രണ്ടും കൽപ്പിച്ച് ഇറങ്ങാം, ട്രൈ ചെയ്ത് നോക്കാം, എന്തായാലും കിട്ടിയ ഊട്ടി എന്നുള്ള രീതിയിൽ അങ്ങനെ ഇറങ്ങിയതാണ്. എല്ലാവർക്കും ലൈഫ് നെറ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങളുടെ അതിഥിയെ ഇവിടെ എത്തിയിരിക്കുന്നത് നടനും തിരക്കഥാകൃത്തുമായ ഡിനോയ് പൗലോസ് ആണ്. വെൽക്കം ഡിനോയ്. 2019 ഡിനോയുടെ കഥാപാത്രം തണ്ണീർമത്തൻ ദിനങ്ങളിൽ ഒരു കഥാപാത്രമായി ഡിനോയ് വരുന്നത്. അപ്പം ആ കഥാപാത്രം പെട്ടെന്ന് പ്രേക്ഷകരിലേക്ക് എത്തി, അല്ലെങ്കിൽ പ്രേക്ഷകർ ശ്രദ്ധിച്ചൊരു കഥാപാത്രമാണ്. ഈ വ്യക്തി ആരാണെന്ന് ആൾക്കാർ തിരക്കുന്നൊരു രീതി ആ ഒരു പടത്തിലുണ്ടായിരുന്നു. അതിനു മുമ്പ് എന്തായിരുന്നു ഡിനോയുടെ ഒരു ജീവിതം? ആ ഒരു കാലയളവിലും സിനിമ തന്നെയായിരുന്നു? അവിടെ വരെയാണോ? അതിനു മുന്നേ സിനിമ ബേസ് ചെയ്തിട്ടാണെന്നുണ്ടെങ്കിൽ 2019 എത്തുമ്പോഴേക്കും 10th ഇയറാണ് ഞാൻ സിനിമയ്ക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നത്. ഞാൻ ഒരു 10-11 പ്രോപ്പർലി സിനിമ നോക്കിയിട്ട് ഇറങ്ങുന്നത്, 2010-11. അപ്പോൾ ആ സമയത്തൊരു സ്ട്രഗിളിങ് പീരീഡ് ഉണ്ടായിരുന്നു. അതെല്ലാവർക്കും ഉള്ളതാണ്. ഇപ്പം എല്ലാ ബേസിസിലും വർക്ക് ചെയ്യുന്ന ആക്ടിങ്ങോ ഡയറക്ഷനോ അങ്ങനെയുള്ള എല്ലാവർക്കും ഉണ്ടാകുന്ന എല്ലാ സ്ട്രഗിളുകളും എനിക്കും ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഫാമിലി വൈസ് ഞാൻ കുറച്ച് പൂർ ഫാമിലിയിലായിരുന്നു, അപ്പോൾ അതിൻ്റെതായ പ്രശ്നങ്ങൾ നമ്മൾക്ക് ഉണ്ടായിരുന്നു. അപ്പം അങ്ങനത്തെ ഒരാളായിരുന്നു, ഒരു സാധാരണ മനുഷ്യനായിരുന്നു. പക്ഷേ ഈ പറയുന്ന ഒരു ജോലിക്ക് വേണ്ടി നമ്മൾ ട്രൈ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങളും ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. അപ്പോൾ അതിനു മുന്നേ സിനിമ അല്ലെങ്കിൽ ആ മേഖലയുമായി പ്രവർത്തനങ്ങൾ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഈ 2019 മുമ്പ് പടങ്ങളിൽ അഭിനയിക്കാനുള്ള ട്രൈയോ അല്ലെങ്കിൽ സിനിമയുടെ ഭാഗമാകാനുള്ള എന്തെങ്കിലും ഒരു ഉണ്ടായിരുന്നു. ഇപ്പം ഞാൻ 2011 അതിന് മുമ്പ് എനിക്കിങ്ങനെ ആഗ്രഹങ്ങളാണ് ഉണ്ടായിരുന്നത്, സിനിമയിലെത്തണം, അഭിനയിക്കണമെന്നൊക്കെ ഉള്ളത്. ഞാൻ ചെറിയ നാടകങ്ങളൊക്കെ അഭിനയിക്കുമ്പോൾ എനിക്ക് ഭയങ്കര ഫീല്, ഓക്കെ ഇത് കൊള്ളാലോ പരിപാടി എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നീട് ഞാൻ പക്ഷേ എനിക്ക് ഒരു വേ ഉണ്ടായിരുന്നില്ല, ആരും ഉണ്ടായിരുന്നില്ല, നമുക്കറിയുന്ന ആൾക്കാർ ആരും ഇല്ല. നമ്മൾ വായിച്ചറിയുന്നത് ഇന്ന ആൾക്കാരാണ് സിനിമയിൽ നിന്നുള്ളത് നമ്മൾ കണ്ടിട്ടോ ഒന്നും ഉണ്ടായില്ല. ജസ്റ്റ് വഴിയിലൊക്കെ വെച്ച് ഷൂട്ട് കണ്ടിട്ടുണ്ടെന്നല്ലാതെ. പിന്നെ ഒരു ഐഡൻറ്റിറ്റി ക്രൈസിസ് ഉണ്ട്, നമുക്ക് എത്താൻ പറ്റുമോ, നമ്മളിതിന് ഓക്കെ ആണോ എന്നുള്ളൊരിതുണ്ട്. അപ്പം ഞാൻ പിന്നെ ഒരു 11 ആയപ്പോൾ എനിക്ക് ഉള്ള ജോബ്, ഞാൻ IT ആണ് വർക്ക് ചെയ്തിരുന്നത്, എനിക്കതൊരു സുഖമായിട്ട് തോന്നുന്നതേ ആ ജോബും കുറച്ച് പ്രശ്നമായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച് രണ്ടും കൽപ്പിച്ച് ഇറങ്ങാം, ട്രൈ ചെയ്ത് നോക്കാം, എന്തായാലും കിട്ടിയ ഊട്ടി എന്നുള്ള രീതിയിൽ അപ്പം അങ്ങനെ ഇറങ്ങിയതാണ്. ആ സമയത്ത് ഞാൻ ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്നത് ഹാപ്പി ഹസ്ബൻഡ്സിൻ്റെ പ്രൊഡ്യൂസറുടെ ഒരു ഫ്രണ്ട് ഉണ്ട്, പുള്ളിനാണ് മീറ്റ് ചെയ്യുന്നത്. പുള്ളിയുടെ അടുത്ത് ഞാൻ ചോദിച്ചു ഇങ്ങനെ എനിക്ക് താല്പര്യമുണ്ടെന്നൊക്കെ പറഞ്ഞ്. പുള്ളി മാത്രമാണ് എന്നെ കളിയാക്കാത്ത ഒരാളുണ്ടായിരുന്നുള്ളൂ ആ സമയത്ത്. ഞാൻ സിനിമയിൽ വരുന്നത് ഇപ്പോഴും ഞാൻ ഇപ്പൊ കൂടി ഞാൻ ചാൻസ് വെച്ചിട്ട് നമ്മൾ ചെന്നിട്ട് അഭിനയിക്കുമ്പോൾ ഇങ്ങനത്തെ റോള് ഞാനാ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഒരു ചിരി വന്ന ആൾക്കാരുണ്ട്. അപ്പോൾ എനിക്കത് അറിയാം, അങ്ങനെയാണ് ടോട്ടലി ആ സമയത്ത് ഉണ്ടായിരുന്ന ആൾക്കാർ. അപ്പോൾ ആ പുള്ളി അടുത്ത് പോയിട്ട് ഞാൻ ചാൻസ് ചോദിച്ചു, പുള്ളി എന്തെങ്കിലും ഉണ്ടെങ്കിലും പറയാമെന്ന് പറഞ്ഞു. പിന്നെ അല്ലാതെ തന്നെ ഞാൻ ഇപ്പോൾ ആരെങ്കിലും ഒക്കെ പറഞ്ഞു വഴിയിലിരിക്കുന്ന ആൾക്കാരോടൊക്കെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുമല്ലോ ഇവർ അസോസിയേറ്റ് ആണ്, അവരുടെ സംസാരത്തിൽ നിന്നോ. അപ്പോൾ അവരോടൊക്കെ ഞാൻ ചോദിച്ചിട്ടുണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റും, താല്പര്യം ഉണ്ടെന്നൊക്കെ ഉള്ള രീതിയിൽ. അപ്പോൾ അതിനിടയിൽ അഭിനയിക്കാൻ എന്തെങ്കിലും ഒരു ഓപ്പർച്യൂണിറ്റി അങ്ങനെ എന്തെങ്കിലും കിട്ടിയായിരുന്നോ അതിന് മുന്നേ? ഇല്ല. ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടൊക്കെ പോയിട്ടുണ്ട്. അങ്ങനത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും ഓപ്പൺ ആണ് ഇപ്പോഴും. അപ്പോൾ അത് കിട്ടിയിട്ടുണ്ട്. അല്ലാതെ ഓഡീഷൻസ് ഒക്കെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, കുറേ ഇഷ്ടംപോലെ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, ഒരു 100-150ഓളം. അത് ഇവിടെ മാത്രമല്ല പുറത്തും പോയി അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ഒരു സാധാരണ ഒരു മനുഷ്യൻ, ഒരു ബാക്കപ്പും ഇല്ലാത്ത ഒരാൾ വന്നു കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും, അങ്ങനത്തെ രീതിയിലാണ് നമ്മളുടെ പോയിരുന്നത് ഇൻഡസ്ട്രിയിലോട്ട് വന്നത്. ഓക്കെ. ഇപ്പം തണ്ണീർമത്തൻ എടുക്കുന്നതിന് തന്നെ വളരെയധികം പ്രേക്ഷക പ്രശംസ കിട്ടിയ ഒരു സിനിമയായിരുന്നു അത്. ഇപ്പോൾ ആ സിനിമ കാണുമ്പം ഇപ്പോൾ ഒരു 90s കിഡല്ല, എല്ലാവർക്കും ഒരു സ്കൂൾ കാലഘട്ടം, ആ സമയത്തെ പ്രണയങ്ങൾ, അതൊക്കെ നമുക്ക് ഫീൽ ആവും. എങ്ങനെയായിരുന്നു ഒരു തണ്ണീർമത്തൻ ആ സിനിമയിലേക്ക് എത്താനുള്ള ഒരു ജേണി? ഇപ്പോൾ കാസ്റ്റിംഗ് ആണെങ്കിൽ തന്നെ മാത്യൂസ്, അനശ്വര, വിനീതേട്ടൻ, ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ അതിലേക്കുള്ളൊരു ജേണി, അല്ലെങ്കിൽ നിങ്ങൾ ഇത്ര ഒരു മാജിക്കൽ പ്രസൻസ് പ്രേക്ഷകരിലേക്ക് എത്താൻ എന്താണ് അതിൽ ചെയ്തത്? ആക്ച്വലി തണ്ണീർമത്തൻ്റെ മാജിക്കൽ പ്രസൻസ് എന്ന് പറയാനൊന്നുമില്ല, അതൊരു സാധാരണ പടമാണ്. അത് ആ ടൈമിൽ ഇറങ്ങിയതിൻ്റെയും കൂടിയാണ്. ആ സമയത്ത് കുറെ ബോറിംഗ് പടങ്ങൾ വന്നുകൊണ്ടിരുന്ന സമയമായിരുന്നു തോന്നുന്നത്, അപ്പോഴാണ് ഒരു നോർമൽ പടം വന്നത്. അതുണ്ടായിരുന്നു. പിന്നെ ഞങ്ങള്
2016 ഞങ്ങൾ ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്ത് എഴുത്തിലേക്കൊക്കെ ഞാൻ വരുന്നത്. അപ്പൊ എൻ്റെ എഴുത്തുകൾ ഇപ്പൊ നമ്മളൊരാൾ പിക്ക് ചെയ്യണമല്ലോ, എന്തൊക്കെ വന്നാലും നമ്മൾ എല്ലാ സ്ഥലത്തും ഒരാൾ പിക്ക് ചെയ്യണം. നമ്മളിപ്പോ പറയും നമ്മുടെ കഴിവ് കൊണ്ടാണ് വന്നതെന്നുള്ളത്. നമുക്ക് എത്ര കഴിവുണ്ടല്ലോ ഒരാൾ പിക്ക് ചെയ്തൊരു സ്ഥലത്ത് ഇരുത്തിയാലേ നമ്മളവിടെ ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അങ്ങനെയായിരുന്നു ഗിരീഷ് എനിക്ക്. ബാക്കി എല്ലാവർക്കും നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. നമ്മൾ പറയുന്ന കഥകൾ മനസ്സിലാവാതെ പോവുക, നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാവാതെ പോവുക, അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ ഉദ്ദേശിക്കുന്ന രീതിയിൽ എടുത്തിരുന്ന ഗിരീഷാണ്. അപ്പം അങ്ങനെയാണ് ഗിരീഷായിട്ട് കമ്പനി ആവുന്നത്. ഓൺലൈൻ വഴിയാണ് ഞങ്ങൾ ഷോർട്ട് ഫിലിംസ് ഒക്കെ സംസാരിക്കുമായിരുന്നു, കഥകൾ സംസാരിക്കുമായിരുന്നു. പിന്നെ ഞങ്ങൾ ഷോർട്ട് ഫിലിംസ് ചെയ്തു 1-2 അപ്പം അതൊക്കെ അത്യാവശ്യം നല്ല ക്രിട്ടിക്കലി അക്ലൈം ഉണ്ടായിരുന്നു. അപ്പം ആണ് ഞങ്ങൾ സിനിമ ട്രൈ ചെയ്ത് ഞങ്ങൾക്ക് എല്ലാവർക്കും ആത്യന്തികമായിട്ട് സിനിമയിൽ അദ്ദേഹവും ഷോർട്ട് ഫിലിം ഒക്കെ ചെയ്ത് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. അല്ല, ഞങ്ങൾ ഒരുമിച്ചാണ് എല്ലാം ചെയ്തു തുടങ്ങിയത്. അവനും ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. ഇതുപോലെ തന്നെ ഞങ്ങളിങ്ങനെ തമാശകൾ ഫേസ്ബുക്കില് തമാശ കമന്റുകൾ ഇടും, അങ്ങനെയായിരുന്നു ഞങ്ങളുടെ കമ്പനി തുടങ്ങുന്നത്. പിന്നെ ഈ സിനിമ ചെയ്യണമെന്നുള്ള ഒരു ഇതിലേക്ക് വന്നിട്ട് ഞങ്ങൾ തണ്ണീർമത്തൻ തന്നെയാണ് പ്രോപ്പർലി ആദ്യം എഴുതുന്ന സ്ക്രിപ്റ്റ്. അപ്പോൾ അത് എഴുതുമ്പോഴും ഞങ്ങൾ നോക്കിക്കൊണ്ടിരുന്നത് കുറേ നാളായിട്ട് ഇവിടെ വരാത്തൊരു സിനിമ ചെയ്യണം, ഒരു ടീനേജ് മൂവി വന്നിട്ടില്ല, ടീൻ അങ്ങനത്തെ. പിന്നെ എല്ലാം ഈ സ്ഥിരം ഇപ്പൊ +2 ഒക്കെ ആണെങ്കിൽ ഞാൻ കുറെ ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്, ഞങ്ങളൊക്കെ തന്നെ ഷേവ് ഒക്കെ ചെയ്തായിരിക്കും ചെയ്യണം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ നടന്മാർ ഷേവ് ചെയ്താണ് ചെയ്തിരുന്നത്. ഒരു കൂട്ടം ആ പ്രസന്റ് കാലഘട്ടത്തിലുള്ള അല്ലെങ്കിൽ +2 പഠിക്കുന്ന പിള്ളേരുടെ ചെയ്യണമെന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയാണ് തണ്ണീർമത്തനിലേക്ക് വരുന്നത്. അത് എഴുതി കഴിഞ്ഞിട്ടാണ് ഇങ്ങനത്തെ ഒരു പ്ലാനും വരുന്നത്. അപ്പൊ ആ വർഷം തന്നെയായിരുന്നു അതിന്റെ സ്ക്രിപ്റ്റും ബാക്കി പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരുന്നത്? അതൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഞങ്ങളൊരു 2-3 കൊല്ലം മുമ്പ് ഇറങ്ങണതിന് 3 കൊല്ലം മുമ്പ് സ്ക്രിപ്റ്റ് കഴിഞ്ഞാണ്. അത് കഴിഞ്ഞിട്ടും ഷോർട്ട് ഫിലിംസ് ചെയ്തിട്ടുണ്ട് ഞങ്ങള്. അതെ, ഞങ്ങളൊരു 16 പേരുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അവർക്ക് വർക്കാവാതെ വേണ്ട ആ സമയം കൊണ്ട്. അതെ. ഓക്കെ. അപ്പോൾ ഡിനോയുടെ ഒരു കരിയർ എടുത്തു നോക്കുകയാണെങ്കിൽ 3 മെയിൻ സ്ട്രീം സിനിമകൾ, തണ്ണീർമത്തൻ, പത്രോസിൻ്റെ പടപ്പുകൾ, പിന്നെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങിയ വിശുദ്ധ മേജോ. അപ്പോൾ ഇങ്ങനെ ഈ ഒരു ഇൻഡസ്ട്രിയിൽ എത്തിയതിന് ശേഷം ഈ 3ൻ്റെയും സ്ക്രിപ്റ്റ് റൈറ്ററും ഡിനോയ് തന്നെയായിരുന്നു. അപ്പം നേരത്തെ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്, എന്നാലും ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള റോള് സ്ക്രിപ്റ്റ് റൈറ്റർ ആണോ അല്ലെങ്കിൽ അഭിനേതാവാണോ? ഏറ്റവും ഡിനോയ്ക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള റോൾ ഏതാണ്? കംഫർട്ട് എന്ന് പറഞ്ഞ സാധനം ഇല്ല കേട്ടോ അതിനകത്ത്. എന്ത് ചെയ്താലും കംഫർട്ട് കിട്ടില്ല നമുക്ക്. എനിക്ക് താല്പര്യം ഇൻട്രസ്റ്റും കൂടുതൽ ആക്ടിങ് ആണ്. പക്ഷെ അത് കുറച്ച് ടഫാണ്, ചെയ്യാൻ പാടാണ് കേട്ടോ നമുക്ക്. ഇപ്പം ഞാൻ ഈസി ആണെന്ന് പോയി വിചാരിച്ച് ചെയ്യണ സീൻ എനിക്ക് പറ്റാത്തതുണ്ട്. അന്ന് ഭയങ്കര പാടാന്ന് വെച്ചിട്ട് സിമ്പിളായിട്ട് അങ്ങനെ ഒരു ട്വിസ്റ്റി പരിപാടിയായിരുന്നു ആക്ടിങ് എന്നെ സംബന്ധിച്ച്. എഴുത്തും ടഫാണ്. എനിക്ക് താല്പര്യമുള്ളത് ആക്ടിങ് ആയതുകൊണ്ട് ഞാൻ ആക്ടിങ് ആണെന്ന് തന്നെ പറയും, കുറച്ചുകൂടി കംഫർട്ട് ഉള്ളതിൽ. പക്ഷെ ഇത് കംഫർട്ടൊന്നുമില്ല, നമുക്ക് പെയിൻ തന്നെയാണ്. നമ്മൾ എടുക്കുന്ന പെയിൻ്റെ റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. ഇപ്പോൾ അഭിനേതാവാണ് താല്പര്യം എന്ന് പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ. ഇപ്പോൾ 2 സിനിമകൾ എടുത്തു കഴിഞ്ഞാൽ പത്രോസിൻ്റെ പടപ്പുകളിലും ഈ പറഞ്ഞ പോലെ നമ്മുടെ തണ്ണീർമത്തലിലാണെങ്കിലും ഒരു അലസ കഥാപാത്രമാണ് ഡിനോയ് കൈകാര്യം ചെയ്തത്. ഒരു ഒഴുക്കം മട്ടിൽ പോകുന്നൊരു വ്യക്തി. അങ്ങനെ തന്നെയാണോ ജീവിതത്തിലും? അല്ല, ഒരിക്കലും അല്ല. ഞാൻ ഒരു മൊരടനാണെന്ന് അല്ലേ, തമാശകളൊക്കെ പറയും, പക്ഷെ ഒരു ലേസി പേഴ്സൺ അല്ല. നമുക്ക് നമ്മളുടേതായ ഫോക്കസ് ഒക്കെ ഇല്ല, ഫോക്കസ് തെറ്റുമ്പോഴൊക്കെ ഉണ്ടാവുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്കുണ്ട്. അതിനകത്തുള്ള ക്യാരക്ടേഴ്സ് ഒക്കെ എന്തോന്നാലും ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാരാണ്. ഇപ്പോൾ 3 സിനിമകൾ ചെയ്തു. ഈ 3 സിനിമകളിലും പുതുമുഖ സംവിധായകന്മാരായിരുന്നു ചെയ്തത്. അപ്പോൾ ഈ സംവിധായകന്മാരെ ഡിനോയ് കണ്ടെത്തിയെടുത്തതാണോ അല്ലെങ്കിൽ അവർ ഡിനോയിനെ കണ്ടെത്തിയെടുത്തതാണോ അവരുടെ സിനിമയ്ക്ക് വേണ്ടി? അതെങ്ങനെയായിരുന്നു സ്ക്രിപ്റ്റ് റൈറ്റിങ്ങിൻ്റെ ഒരു സിനാരിയോയിലേക്ക് വരുമ്പോൾ? ഈ തണ്ണീർമത്തൻ ഒഴിച്ചിട്ടുള്ളതൊക്കെ ഞാൻ എഴുതി കഴിഞ്ഞിട്ടാണ് ഞാൻ ഡയറക്ടേഴ്സിൻ്റെ അടുത്തേക്ക് വന്നേക്കുന്നത്. നമ്മുടെ ഫ്രണ്ട്സൊക്കെ തന്നെയാണെങ്കിലും എഴുത്ത് ഫുള്ള് കഴിഞ്ഞിട്ടാണ് ഞാൻ അവരുടെ അടുത്തേക്ക് അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ഫ്രണ്ട്സ് ഇപ്പോഴും ഞാൻ പുതിയതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ കൂട്ടുകാരുടെ അടുത്താണ്, നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഡയറക്ഷൻ അറിയാവുന്ന ആൾക്കാരുടെ അടുത്താണ് നമ്മൾ പറയാറുള്ളത്. തണ്ണീർമത്തൻ ഗ്രാജുവലി സംഭവിച്ചതാണ്. ഇപ്പൊ ഡയറക്ഷൻ അവൻ ആ ഒരു പ്രോസസ്സിൽ അവൻ ഡയറക്ടറായി മാറി. ഞങ്ങൾ ഷോർട്ട് ഫിലിം ചെയ്തപ്പോൾ അവൻ ഡയറക്ഷൻ, എനിക്ക് ആക്ടിങ്, അങ്ങനെയാണ് പോകുന്നത്. ഞാൻ ഒരിക്കലും റൈറ്റിങ്ങിന് വേണ്ടിയിട്ടൊന്നും അല്ലാതെ എഴുതിയത്, എനിക്ക് അഭിനയിക്കാൻ വേണ്ടി തന്നെയാണ് എല്ലാം ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പൊ കൂടി അങ്ങനെ തന്നെ ഞാൻ ചെയ്യണത്. പക്ഷെ ഇപ്പൊ കുറച്ചുകൂടി സിൻസിയർ ആയിട്ട് ഞാൻ എഴുത്തിന് അപ്രോച്ച് ചെയ്യുന്നുണ്ട്. കാരണം ഇനി പടം മോശമാവരുന്നുള്ളൊരു ഇതുണ്ട്. എന്നാലും സംഭവിച്ചിട്ടുണ്ട്, എന്നാലും നമ്മളത് നോക്കുന്നുണ്ട്. അപ്പൊ ഇത് ഗിരീഷും ബേസിക്കലി അങ്ങനെ ആയി മാറിയതാണ് നമ്മളുടെ ഒരു ടീമായിട്ട്. മറ്റവരൊക്കെ ഞാൻ എഴുത്ത് കഴിഞ്ഞിട്ട് അപ്രോച്ച് അവർക്ക് ഓക്കെ ആകുമ്പോൾ നമ്മൾ പിക്ക് ചെയ്തതാണ്. ഇപ്പോൾ വ്യത്യാസമൊന്നും ഇല്ലാത്തൊരു റോളിങ് മാത്യൂസ്, ഈ പറഞ്ഞ പോലെ നെസ്ലിൻ, 3 സിനിമകളിലും കൂടെയുണ്ട്. അവരോട്ടുള്ളൊരു കൂട്ടുകെട്ട് എങ്ങനെയായിരുന്നു? അവരോട്ടുള്ളൊരു വർക്കിംഗ് ബാക്ക്ഗ്രൗണ്ട്
മാത്യൂസും നെസ്ലിനുമായിട്ട് 2 സിനിമയിൽ നെസ്ലിനുമായിട്ട് അഭിനയിച്ചു, ഒരു സിനിമയിൽ മാത്യൂസ് ആയിട്ടുണ്ട്. ഞാൻ വരുന്ന സമയത്ത് നെസ്ലിൻ ബേസിക്കലി എന്നെ പോലെ തന്നെയാണ്. ആ സമയത്ത് സിനിമയിലൊന്നും എത്തിയിട്ടില്ല. അപ്പം ഞങ്ങളൊരു ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. നോർമൽ ഒരു സിനിമാ താരം എന്നുള്ള ലെവലിലൊന്നുമല്ല. മാത്യു പക്ഷെ അന്നേ ഒരു ചെറിയ സ്റ്റാറാണ്, പടത്തിലൊക്കെ ഉണ്ട്, കുമ്പളങ്ങിയിലൊക്കെ. അപ്പൊ എന്നാലും ഇവരൊക്കെ ഭയങ്കര ആ പിള്ളേർ ഒരു ജാട അങ്ങനത്തെ ആൾക്കാരൊന്നും അല്ല. എനിക്കറിയില്ല എന്താണ് ഇങ്ങനത്തെ ഒരു ചോദ്യം. അത് അവര് നോർമലി നമ്മളോട് എങ്ങനെയാണ് ഇപ്പൊ ബ്രോ എങ്ങനെ എൻ്റെ അടുത്ത് പെരുമാറുക അതുപോലെയാണ് അവരും പെരുമാറുന്നത്. ഇപ്പോൾ ഈ 2 സിനിമകളുടെ പ്രൊഡ്യൂസർ ജോമോൻ ടി ജോൺ ആയിരുന്നു അല്ലേ? അപ്പോൾ അദ്ദേഹത്തെ പോലെ എല്ലാവരും അറിയാവുന്ന ഒരു സിനിമാറ്റോഗ്രാഫറിൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ ഒരു അഭിനേതാവ് എന്ന രീതിയിലും അല്ലെങ്കിൽ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എന്നുള്ള രീതിയിലും ഡിനോയ്ക്ക് അത് യൂസ്ഫുൾ ആയിട്ടുണ്ടോ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യുമ്പോൾ? അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള ഒരു വർക്കിംഗ് എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? വിഷ്വലി പുള്ളി ഭയങ്കര ബൗണ്ടഡ് ആണല്ലോ. അപ്പം നമ്മൾക്ക് അതിൻ്റെ കുറേ ഗുണങ്ങളുണ്ടാവും. നമ്മൾ വരുമ്പോൾ നമ്മൾക്കൊരു വിഷൻ ഉണ്ടാവും. എല്ലാവർക്കും ഓരോ സിനിമ ഉണ്ടാവും. ഗിരീഷിന് വേറെ സിനിമ ആയിരിക്കും, ഞാൻ പറയണ ആയിരിക്കില്ല. ബേസിക്കലി നമ്മളെ സിങ്കാക്കുന്ന കുറേ കാര്യങ്ങൾ ഉണ്ടാവുന്നുള്ളൂ ഒരു സിനിമ ചെയ്യുമ്പോൾ എല്ലാവരെയും. അതിപ്പോൾ ഞങ്ങൾ ഒരു 16 പേരുടെ അടുത്ത് പറഞ്ഞിട്ട് ഇവർക്കാണത് വർക്കായത്. അതായത് ഞങ്ങൾ എങ്ങനെ ചിരിക്കാനൊക്കെ ഉദ്ദേശിക്കുന്ന ആ ഏരിയസൊക്കെ ഇവർ ചിരിച്ചിട്ടുണ്ട് തണ്ണീർമത്തൻ കഥ കേൾക്കുമ്പോഴേ. അപ്പോഴാണല്ലോ സാധനം വർക്കാവുന്നത്. അപ്പോൾ അവർക്ക് പക്ഷെ അവരുടെ വിഷ്വൽ ഇത് ഞങ്ങളുടെ പോലെയല്ല. പക്ഷെ ഇതൊക്കെ കൂടി മിക്സ് ആൻഡ് മാച്ച് ആയിട്ടാണ് ഒരു സിനിമ, എല്ലാ സിനിമകളും പുറത്തോട്ട് വരുന്നത്. ഒരാളുടെ ഫുൾ ഇതായിട്ട് പടം പുറത്തേക്ക് വരണമെന്നുണ്ടെങ്കിൽ അവരത്രയും ഇതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. മേളിലിരിക്കുന്ന ആൾക്കാരായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. 10 പടങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ. ഈ പുള്ളിയുടെ വിഷ്വൽ ഇത് നമ്മൾ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ ചിലപ്പോൾ ഈ ലൈബ്രറി ഷൂട്ട് ചെയ്യാൻ ഉള്ള പ്ലാനാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വിഷ്വലി ബൗണ്ടഡ് ആയിട്ടുള്ള വിന്റേജ് ലൈബ്രറിയിൽ പുള്ളി വെക്കുമ്പോൾ അതിന്റെ മാറ്റം ഉണ്ടാവുമല്ലോ. അങ്ങനത്തെ കുറെ ഡിഫറൻസ് നമുക്ക് കിട്ടുന്നുണ്ട്. പ്രൊഡ്യൂസർ എന്ന രീതിയിൽ അദ്ദേഹം എങ്ങനെയായിരുന്നു? ഓക്കെ ആയിരുന്നു, അങ്ങനെ ഒന്നുമില്ല. ഞാൻ പറഞ്ഞില്ല, എല്ലാവരും നോർമൽ ആൾക്കാരെ പോലെ പ്രൊഡ്യൂസർ അങ്ങനെ ഇതൊന്നുമില്ല. എല്ലാവരും വരിക പോവുക, അവരുടെ പണിയെടുക്കുക. പ്രൊഡ്യൂസറാന്ന് വെച്ചാൽ പുള്ളിയുടെ അടുത്ത് കാശൊന്നും നമുക്ക് കാണാൻ പറ്റില്ല. പറഞ്ഞത് നോർമലി അവര് പുള്ളി തന്നെയായിരുന്നു ക്യാമറമാനും. അതെ ഷൂട്ട് ചെയ്യാൻ പോവാ, വേറെ ഒന്നുമില്ല. ഇപ്പോൾ 2 സിനിമകളിൽ തമാശയ്ക്ക് പ്രാധാന്യമുള്ളതായിരുന്നു 2 സിനിമകൾ, പത്രോസിൻ്റെ പടപ്പുകളും തണ്ണീറും. പിന്നെ വിശുദ്ധ മേജു ആണെങ്കിൽ ഒരു ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ഒരു കഥാപാത്രത്തിനെ പറയുന്ന ഒരിത്. അപ്പോൾ ഈ തമാശ എന്നൊരു ജനറൽ തന്നെ സ്റ്റക്കായി പോകുന്ന ഒരു രീതി, അല്ലെങ്കിൽ ഇനി വരുന്ന സിനിമകൾ വേറൊരു ജനറൽ ചെയ്യണം, അങ്ങനെ ഒരു തോന്നലുണ്ടായിട്ടുണ്ടോ? തമാശ അല്ല, തമാശ വിട്ടിട്ട് ഒരു സീരിയസ് സബ്ജക്റ്റോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു പൊളിറ്റിക്കലി പറയുന്ന ഒരു സംഭവമോ ചെയ്യണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്, പക്ഷേ എനിക്ക് കുറച്ച് ടഫ് ആണ് ഇപ്പം അത് എൻ്റെ ഐഡൻറ്റിറ്റി വെച്ചിട്ട്. ഞാനിപ്പോൾ ഒരു പ്രൊഡ്യൂസർ അടുത്ത് ചെല്ലുമ്പോൾ തന്നെ അവർ ഇരിക്കുന്നത് തന്നെ ഒരു തമാശപ്പടമായിട്ട് വരുന്ന ഒരാളെന്നുള്ള രീതിയിലാണ്. അപ്പം ഞാൻ ആദ്യമേ വിളിക്കുമ്പോൾ തന്നെ പറയാറുണ്ട്, ഞാൻ 1-2 പടങ്ങൾ ഇപ്പം ചെയ്തേക്കണൊക്കെ അത്രയും ഇതുപോലത്തെ ഒരു അട്ടർ കോമഡി മൂവി അല്ല, കുറച്ച് സീരിയസ് കാര്യങ്ങൾ സംസാരിക്കുന്നതായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അപ്പൊ പറയുമ്പോൾ തന്നെ ഞാൻ പറയും, ചേട്ടാ കോമഡി പടം അല്ലട്ടോ ഞാൻ ഉദ്ദേശിക്കുന്നത് പറയാറുണ്ട് നമ്മൾ ഉദ്ദേശിക്കുമ്പോൾ. അങ്ങനെ ഒരു താല്പര്യമുണ്ട്. ഇപ്പൊ അഭിനേതാവ് ഇപ്പൊ നമ്മളുടെ ഇപ്പൊ ഇൻഡസ്ട്രി എടുത്ത് നോക്കണമെങ്കിൽ ഇപ്പൊ സുരാജ് വെഞ്ഞാറമൂടൊക്കെ തുടക്കത്തിൽ അദ്ദേഹമൊക്കെ തമാശ റോളുകൾ ചെയ്ത് പിന്നീട് വളരെ അടിപൊളി ക്യാരക്ടേഴ്സ്, നേരത്തെ ചെയ്ത ക്യാരക്ടേഴ്സ് അടിപൊളിയൊക്കെ തന്നെയായിരുന്നു, പക്ഷേ കുറച്ചുകൂടെ സീരിയസ് സബ്ജക്റ്റിലേക്കൊക്കെ വന്നു. അതേപോലെ അഭിനേതാവ് എന്നുള്ള രീതിയിൽ അങ്ങനെ വരണം, അങ്ങനത്തെ ക്യാരക്ടേഴ്സ് അധികം ചെയ്യണം എന്നുള്ളൊരു താല്പര്യമുണ്ടോ ഡിനോയ്ക്ക്? അങ്ങനെ ഒരു ഇന്നത് ചെയ്യും അങ്ങനെ ഒന്നുമില്ല. എനിക്ക് അഭിനയിക്കണമെന്നുണ്ട്, എന്തായാലും കുഴപ്പമില്ല. ഇപ്പൊ മെജോ ഒന്നും ഒരിക്കലും എനിക്ക് തോന്നുന്നില്ല മറ്റേതുപോലെയൊക്കെയാണെന്ന്, ഞാൻ ചെയ്തിരിക്കുന്ന പോലെയൊക്കെയാണ്. ഡിനോയുടെ സിനിമകൾ എടുത്തു നോക്കുകയാണെങ്കിൽ എല്ലാ സിനിമയ്ക്കും ഒരു ആവറേജ് റെസ്പോൺസ് പ്രേക്ഷകരിൽ നിന്ന് ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഒരുപാട് സ്റ്റാർ കാസ്റ്റോ സ്റ്റാർഡമോ ഒന്നുമില്ല, ഒരു നോർമൽ എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു കൊച്ചു സിനിമയാണ് എല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ ഇനി ഭാവിയിൽ ഒരു സിനിമ ചെയ്യുമ്പോൾ അഭിനയിക്കാനാണ് താല്പര്യം കൂടുതലെന്ന് പറഞ്ഞു, പക്ഷെ എന്തെങ്കിലും ഒരു സ്ക്രിപ്റ്റ് റൈറ്ററായിട്ട് ഇനിയൊരു സിനിമ ചെയ്യുമ്പോൾ വലിയൊരു സ്റ്റാർ കാസ്റ്റോടെയോ അല്ലെങ്കിൽ വലിയൊരു സ്റ്റാർഡം വെച്ചിട്ട് വലിയൊരു പടം ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം വല്ലതും ഉണ്ടോ? ഞാൻ അടുത്തൊക്കെ ട്രൈ ചെയ്യുന്ന അങ്ങനത്തെയാണ്, ഒരു വലിയൊരാളിലേക്ക് പോകണമെന്നുണ്ട് എനിക്ക്. 1-2 പടങ്ങൾ അങ്ങനത്തെ പടങ്ങളാണ്. അതെ, അത് സ്ക്രിപ്റ്റ് ആണോ ഇപ്പൊ ചെയ്യാൻ പോണത് അല്ലെങ്കിൽ സ്ക്രിപ്റ്റ് ആണ്? ഞാൻ ഉണ്ടെങ്കിലും ഞാനായിരിക്കില്ല അതിനകത്തൊക്കെ ഇനിയിപ്പോ ലീഡ് എന്ന് വെച്ചാൽ മെയിൻ ലീഡ്. ഞാൻ എന്തായാലും ക്യാരക്ടർ ചെയ്യാന്നല്ലാതെ എനിക്ക് ഇങ്ങനത്തെ എല്ലാം ഈ ടീനേജ് പടങ്ങൾ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന റിപ്പീറ്റേഷൻ ഒഴിവാക്കണമെന്നുണ്ടായിരുന്നു. അല്ലാതെ എൻ്റെ അടുത്തുള്ള കഥകൾ ഇനി വലിയ ആൾക്കാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന പ്ലാൻ ഉണ്ട്, നല്ല ഒരു ഹ്യൂജ് രീതിയിലോട്ട് മാറണമെന്നുള്ള. ഹ്യൂജ് എന്ന് വെച്ചാൽ KGF ഒന്നും പോലെ അല്ല, ഒരു LCU അല്ലെങ്കിൽ നമുക്കൊരു ബേസിൽ കോമിക് യൂണിവേഴ്സ് ഒക്കെ പ്രതീക്ഷിക്കാമോ? ഇപ്പൊ ബേസിലിന്റെ അല്ല, വലിയ പടങ്ങൾ വലിയ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന പടങ്ങൾ ചെയ്യാം.
കുറച്ച് ബഡ്ജറ്റ് കൂടിയതാണെങ്കിൽ അതെ 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 അതെ. ഇപ്പോൾ സിനിമാ മേഖലയിൽ ഇപ്പം ഏറ്റവും ഇതിപ്പോൾ ഒരു നോർമൽ ക്വസ്റ്റ്യൻ എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ സിനിമാ മേഖലയിൽ ഏറ്റവും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വാക്കാണ് ഈ സിനിമ റിവ്യൂയിങ്, റിവ്യൂ ബോംബിങ് പരിപാടികളും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു ആർട്ടിസ്റ്റ് എന്നുള്ള രീതിയിൽ ഡിനോയ്ക്ക് എങ്ങനെയാണ് ഈ പരിപാടിനെ കുറിച്ചൊക്കെ ഒരു തോന്നലുണ്ടായിരിക്കുന്നത്? ഈ റിവ്യൂയിങ് നല്ലതാണോ, അല്ലെങ്കിൽ സിനിമ ബെറ്ററായി വരാൻ റിവ്യൂയിങ് ആവശ്യമാണോ എന്നുള്ളൊരു തോന്നലൊക്കെ ഉണ്ടായിരുന്നു? ആവശ്യമാണെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത് ഞാനൊക്കെ ഈ സിനിമയിൽ വന്നതിന് മുമ്പ് എനിക്കൊക്കെ ഫേക്ക് അക്കൗണ്ടുകളൊക്കെ ഉണ്ടായിരുന്നു ആദ്യം. അപ്പം നമ്മൾ ഇതുപോലെ റിവ്യൂ ചെയ്യുമായിരുന്നു. അല്ലാതെ തന്നെ ഇപ്പം നമുക്ക് ഇഷ്ടമില്ലാത്ത സിനിമയിൽ നമ്മൾ വിമർശിച്ചിട്ടുണ്ട്. അല്ലാതെ നമ്മുടെ സർക്കിളുകളിലായാലും നമ്മൾ പ്രോപ്പർലി പുറത്തേക്ക് പറയുന്നില്ല എന്നേ ഉള്ളൂ. മോശം പടമാണെങ്കിൽ മോശമാണെന്ന് പറയും. എൻ്റെ പടത്തിന് തന്നെ ഞാൻ ക്രിട്ടിസൈസ് ചെയ്യാറുണ്ട്, എൻ്റെ കൂട്ടുകാർ പറയാറുണ്ട്. നമുക്കത് ഹേർട്ടാവുമെങ്കിലും ചിലപ്പോൾ നമുക്കത് ഗ്രോ ചെയ്യാൻ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മൾ ചെയ്യണ എല്ലാം ശരിയെന്ന് വിചാരിച്ചിട്ട് ഒരു പോക്കങ്ങോട്ട് പോകും എടുത്തിട്ട്. അങ്ങനെയല്ല, ഇപ്പം റിവ്യൂ ഉള്ളത് കൊണ്ട് മാത്രം കുറച്ചും കൂടി സൂക്ഷിച്ച് കെയർഫുള്ളായിട്ട് കൈകാര്യം ചെയ്യേണ്ട മീഡിയയാണ് എന്നുള്ളൊരു ബോധം വരുന്നവർക്ക് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നുണ്ട്. അല്ലാത്തവർക്കും ഉണ്ട് കേട്ടോ, ബോധമില്ലാത്ത ആൾക്കാരാണെന്നല്ല പറയണത്. പക്ഷേ കുറച്ച് ലേസി ആയിട്ട് ഇങ്ങനെ കാണുന്നവർക്ക് അങ്ങനത്തെ ഒരു ബോധം ഉണ്ടാവാൻ ചാൻസസ് കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ഒരു നെസസറി ആണ് സിനിമ റിവ്യൂയിങ്. നെസസറിയാണ്. ഓക്കെ, ഇപ്പം ഈ 2023 ഇപ്പോൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനിയിപ്പോൾ ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. കുറച്ചധികം പടം ഇനി ഈ മാസം റിലീസാവുന്നുണ്ട്. ഇപ്പോൾ 2023 എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 100-300 സിനിമകൾ മലയാളത്തിൽ ഇറങ്ങിയിട്ടുണ്ടെന്ന് തോന്നുന്നു. അതിൽ വളരെ ചുരുക്കം മാത്രമേ തിയേറ്റർ ഹിറ്റായിട്ടുള്ളൂ. പക്ഷേ അത് ഇപ്പോൾ തിയേറ്ററിൽ ഹിറ്റിലേക്ക് എടുക്കുമ്പം അത് കണ്ടൻറ്റിൻ്റെ ഒരു പ്രശ്നം കൊണ്ടാണോ, അല്ലെങ്കിൽ ഒരാഴ്ചയിൽ തന്നെ മറ്റ് അന്യഭാഷാ സിനിമകളടക്കം ഒരുപാട് സിനിമകൾ റിലീസാവുന്നത് കൊണ്ടാണോ, എന്താണ് ആ ഒരു വിഷയത്തിൽ ഡിനോയുടെ തോന്നൽ? അതിലെനിക്ക് അതിനെപ്പറ്റി ആധികാരികമായിട്ട് സംസാരിക്കാൻ ഞാൻ ആളല്ല. അതായത് എൻ്റെ ജോലി എഴുത്തും സിനിമ ചെയ്യുക എന്നുള്ളതാണ്. അതിൻ്റെ വിജയപരാജയങ്ങള്, അതായത് ടോട്ടൽ സിനിമ വിജയിക്കണം, ഇത്ര സിനിമ ജയിക്കുന്നില്ല എന്നൊക്കെ ഉള്ളത്. കണ്ണൂർ സ്ക്വാഡൊക്കെ വന്ന സമയത്തെ കണ്ണൂർ സ്ക്വാഡ് നല്ല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ലിയോ കയറി വന്നപ്പോൾ തിയേറ്ററിൽ നിന്ന് റിമൂവ് ആവുന്നൊരു അവസ്ഥ വന്നല്ലോ. അപ്പൊ ആ ഒരു സിനാറിയോയില് ഇപ്പൊ ഒരുപാട് പടങ്ങൾ ഇറങ്ങുന്നു. അത് ഞാൻ പറഞ്ഞില്ല, അത് എനിക്കൊന്ന് പ്രോപ്പർലി ഇതിൻ്റെ ഒരു വർക്കിംഗ് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഒരു സിനിമ വരുമ്പോൾ, ഒരു വലിയ സിനിമ വരുമ്പോൾ ഈ സിനിമ എന്താ മാറ്റുന്നതെന്നൊന്നും എനിക്കറിയില്ല. അല്ലെങ്കിൽ മറ്റേ സിനിമ ഓടിക്കൊണ്ടിരിക്കുന്ന സിനിമ മാറ്റുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിപ്പോൾ അത് ചെയ്യുന്ന ആൾക്കാരോട് ചോദിക്കണം. അല്ലാതെ ഇപ്പോൾ ഓടുന്ന സിനിമ ഉണ്ടെങ്കിൽ അതിന് സ്പേസ് കൊടുക്കണമെന്ന് എനിക്ക് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ഇത് എന്താണ് ഇങ്ങനെ സംഭവിക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനല്ല എടുത്ത് മാറ്റത്. ഇനിയിപ്പോൾ ഏതൊക്കെയാണ് ഡിനോയുടെ ഇനി അപ്കമിങ് പ്രൊജക്ട്സ്? ഇനിയിപ്പോൾ ആൾക്കാരുടെ പ്രേക്ഷകരിലേക്ക് എത്താനുള്ളത് ഏതൊക്കെയാണ് ഇനി പ്രൊജക്ട്സ് ആയിട്ടുള്ളത്? 2024 ഒരു ശുഭപ്രതീക്ഷ കൂടെ എന്താണ് ഡിനോയ്ക്ക്? ശുഭപ്രതീക്ഷ പടം ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ശുഭപ്രതീക്ഷ. 1-2 പരിപാടികളുണ്ട് സ്ക്രിപ്റ്റ് കഴിഞ്ഞിട്ട് ഉള്ളത്. അപ്പം അതിൻ്റെ പ്രൊഡക്ഷനൊക്കെ ആയിട്ട് നിൽപ്പുണ്ട്. ഞാനിപ്പോൾ പറഞ്ഞ പോലെ ഒരു വലിയ ആർട്ടിസ്റ്റിലേക്ക് പോകാനുള്ള, എനിക്കിപ്പോൾ റിവീൽ ചെയ്യാനുള്ള ഇതായിട്ടില്ല. വലിയ ആർട്ടിസ്റ്റിനെ വെച്ചൊരു പടം ചെയ്യാൻ പ്ലാനുണ്ട്, ഒരെണ്ണം. പിന്നെ അല്ലാതെ തന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ ഡയറക്ഷൻ ചെയ്യുന്നൊരു പ്ലാൻ ഉണ്ട്. അത് ഞങ്ങളുടെയൊക്കെ പോലെ തണ്ണീർമത്തനൊക്കെ പോലെ ഒരു ഗ്യാങ് ഓഫ് ടീനേജിൻ്റെ ഒരു മൂവി ആയിരിക്കും. ഇത് രണ്ടുമാണ് ഇപ്പോൾ ബേസിക്കലി ഉള്ളത്. പിന്നെ വേറെ ഞാൻ 1-2 ഇങ്ങനെ പ്ലാനിങ്ങിൽ ഇരിക്കുകയാണ് എഴുത്തിലേക്ക്. ഞാൻ കുറച്ചുകൂടി സമയമെടുത്ത് ചെയ്യാമെന്ന് വിചാരിക്കുന്ന ഒരാളാണ്. എനിക്കിങ്ങനെ ചറപറ ചെയ്തുകൊണ്ടിരുന്ന അതിനുള്ള ടാലന്റിൽ എനിക്ക് അത് അപ്പൊ ഇത് രണ്ടാണ് മെയിൻ ആയിട്ടുള്ളത്. ഓക്കെ, ഇതിൽ രണ്ടും റൈറ്റിംഗ് തന്നെയല്ലേ ഇപ്പൊ? അതെ, റൈറ്റിംഗ് അഭിനയിക്കുന്നുണ്ടാവും. പക്ഷെ ഈ പറഞ്ഞ പോലെ എന്നെ ലീഡാക്കിയിട്ടുള്ള പടമല്ല. ഈ പറയുന്ന ഒരു പടം ഞാൻ പറഞ്ഞില്ലേ, ഒരു മെയിൻ ആർട്ടിസ്റ്റിലേക്ക് ഞാൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതല്ലാതെ റിലീസ് ആവാൻ ഇപ്പൊ അഭിനേതാവായിട്ട് വേറെ പടങ്ങൾ ഏതെങ്കിലും ഇപ്പൊ റിലീസ് ആവാറില്ല? ഇപ്പൊ റിലീസ് ആവാറായിട്ടൊന്നുമില്ല. അപ്പോൾ ഡിനോയ്, വളരെയധികം സന്തോഷം ഞങ്ങളുടെ ഇത്ര സമയം സ്പെൻഡ് ചെയ്തതിന്. ഞങ്ങളുടെ ക്വസ്റ്റ്യനൊക്കെ തീർന്നു, പറയുന്നത് ക്വസ്റ്റ്യനൊക്കെ തീർന്നു. അപ്പോൾ വളരെ സന്തോഷം കാണാനും സംസാരിക്കാനും പറ്റിയത്. ഓക്കെ, താങ്ക് യു.